ചാൾസ് വെസ്ലി. യേശുവൻ ആത്മസഖേ നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബി ശ്മശാനത്തിൽ പ്രൗഢഗംഭീരമായി സ്ഥാപിച്ചിരിക്കുന്ന സ്മാരക സ്തംഭത്തിൽ ലോകത്തെ മുഴുവൻ സ്വന്തം ഇടവകയെന്ന് പറഞ്ഞ ഉണർവ് പ്രസംഗകൻ ജോൺ വെസ്ലി എന്നും ഉണർവ് ഗായകൻ ചാൾസ് വെസ്ലി എന്നും ആലേഖനം ചെയ്തിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായി ശോഭിച്ച ഇംഗ്ലണ്ട്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളിലെല്ലാം ആത്മീയ ഉണർവ് ശക്തിയായി വ്യാപരിച്ചിരുന്ന കാലം. യേശുക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ്റെ മാനസാന്തര പ്രസംഗം കേട്ട് പാപബോധമുള്ളവരായി ആയിരങ്ങൾ മാനസാന്തര സ്നാനമേറ്റതുപോലെ ജോൺ വെസ്ലി എന്ന അത്ഭുത മനുഷ്യൻ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ പരിശുദ്ധാത്മാവിൽ ദൈവവചനം ജോൺ വെസ്ലി പ്രസംഗിക്കുന്നു. ആയിരങ്ങളെ പതിനായിരങ്ങളെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിപ്പിച്ച് പാപമേറ്റ് പറഞ്ഞുപേക്ഷിച്ച് കാൽവറി ക്രൂശിൻ്റെ വിടുതൽ പ്രാപിച്ചവരെ ജോൺ വെസ്ലി തൻ്റെ ആത്മീയ ഗാനങ്ങൾ പാടി ആനന്ദിപ്പിച്ച ഉണർവ് ഗായകനും ഗാനരചയിതാവും ആയിരുന്നു. ഇംഗ്ലണ്ടിലെ എപ്വേർത്ത ഗ്രാമത്തിൽ സാമുവൽ വെസ്ലിയുടെയും സൂസന്ന വെസ്ലിയുടെയും 18ാമത്തെ മകനായി ജനിച്ചു. സഭാസേവകനായിരുന്ന സാമുവൽ വെസ്ലിക്ക് മക്കളെയെല്ലാം വളർത്തുവാനും വിദ്യാഭ്യാസം ചെയ്യിക്കുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ സഹിക്കേണ്ടി വന്നു. ചാർച്ചയിൽപ്പെട്ട ധനികനായ ഒരാൾ ചാൾസിനെ ദത്തെടുത്ത് വളർത്തി പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു. ദൈവം നൽകിയ മക്കൾക്ക് ആവശ്യമുള്ളത് നൽകും എന്ന് വിശ്വസിച്ച മാതാപിതാക്കൾ അതിന് താൽപ്പര്യപ്പെട്ടില്ല. മക്കളെ ദൈവാശ്രയത്തിൽ വളർത്തുവാൻ ദൈവകൽപ്പനകളെ കുറ്റമറ്റ നിലയിൽ അനുസരിച്ചിരുന്ന മാതാപിതാക്കൾ ശ്രദ്ധിച്ചു. മക്കളോടുകൂടെ വേദപുസ്തക വായനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി ആ മാതാവ് സമയം നീക്കിവെച്ചിരുന്നു. വെസ്റ്റ്മിൻസ്റ്റർ സ്കൂളിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചാൾസ് 18ാം വയസ്സിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ജ്യേഷ്ഠനായ ജോൺ വെസ്ലിയോടൊപ്പം ചേർന്നു. കൃത്യനിഷ്ഠയും ചിട്ടയും വീട്ടിൽ അഭ്യസിച്ചിരുന്ന സഹോദരന്മാർ കലാലയത്തിലും അത് പാലിച്ചതിനാൽ ചിട്ടക്കാർ എന്ന് സ്നേഹിതർ ആക്ഷേപിച്ച് വിളിച്ച പേരാണ് ഇന്ന് അനേക ലക്ഷങ്ങൾ അഭിമാനമായി പറയുന്ന മെത്തഡിസ്റ്റ് എന്ന വാക്ക്. അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിച്ചതുപോലെ 1735 ആംഗ്ലിക്കൻ സഭയിലെ വൈദികനായ ചാൾസ് മിഷണറിയായി അമേരിക്കയിലെ ജോർജിയയിലേക്ക് ജോൺ വെസ്ലിയോടൊപ്പം പോയി. ചില നാളുകൾക്ക് ശേഷം സ്വദേശത്ത് തിരിച്ചെത്തിയ ശേഷമാണ് വീണ്ടെടുപ്പിൻ്റെ തനതായ ശക്തിയും ആനന്ദവും ഗ്രഹിച്ചതെന്ന് പിൽക്കാലത്ത് സാക്ഷിച്ചു. അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ചാൾസ് രോഗിയായിത്തീർന്നു. ഒരു മൊറേവിയൻ വിശ്വാസിയുടെ വീട്ടിൽ വിശ്രമിച്ചിരുന്ന രോഗിയായ ചാൾസിനെ ഒരു മൊറേവിയൻ മിഷണറി സന്ദർശിച്ചു. അദ്ദേഹത്തിൽ കൂടി സുവിശേഷ സത്യങ്ങളിലേക്ക് നടത്തപ്പെട്ടു. ഗൃഹനാഥൻ്റെ സഹോദരി മിസ് ബ്രേയുടെ നിസ്വാർത്ഥമായ സേവനവും സ്നേഹവും വിശ്വാസവും പ്രാർത്ഥനയും പ്രസംഗകനും വൈദികനുമായിരുന്ന ചാൾസിനെ കാൽവരി ക്രൂശിലേക്ക് അടുപ്പിച്ചു. 1728 ഓശാന ഞായറാഴ്ചയായിരുന്നു ഈ മഹത്തായ സംഭവം. 1742 അനുഗ്രഹീത ഗായിക സാറ ഗ്വെയിനെ വിവാഹം കഴിക്കുമ്പോൾ ചാൾസിന് 41 വയസ്സായിരുന്നു. 8 മക്കൾ ഈ ദമ്പതികൾക്ക് ജനിച്ചു. ശോകാകുലനായ ചാൾസ് വെസ്ലി കടൽ തീരത്തുള്ള ഇരുനില കെട്ടിടത്തിൻ്റെ ജനലിൽ ചാരി നിന്നുകൊണ്ട് അടിച്ചുയരുന്ന തിരമാലകളെ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറിയ പക്ഷി വലിയൊരു റാഞ്ചൻ പക്ഷിയിൽ നിന്നും രക്ഷ നേടാനായി ശക്തമായ കാറ്റിൽപ്പെട്ട് ഭീതിയോടെ പറന്നുവന്ന് അദ്ദേഹത്തിൻ്റെ കോട്ടിനുള്ളിൽ അഭയം പ്രാപിച്ചു. വിറയ്ക്കുന്ന പക്ഷിയെ സ്നേഹപൂർവ്വം തലോടി വെസ്ലി പാപിയായ മനുഷ്യന് അഭയമായി കാൽവറിയിൽ രക്തം ചിന്തി മരിച്ച യേശുവിനെ ധ്യാനിച്ചു. ലോകത്തിലെ കൊടുങ്കാറ്റ് പ്രതികൂലമായും റാഞ്ചൻ പക്ഷിയെപ്പോലെ ദുഷ്ടനായ സാത്താൻ നമ്മെ പിടിക്കുവാൻ വരുമ്പോഴും അഭയം ഒരിടം മാത്രമാണെന്ന് ഹൃദയത്തിൽ നിന്നും ഉയർന്നു വന്ന വാക്കുകൾ കടലാസിൽ വെസ്ലി കുറിച്ചുവെച്ചു. ആ ഗാനമാണ് യേശുവൻ ആത്മസഖേ എന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗാനം. 1788 മാർച്ച് മാസത്തിൽ അരുമനാഥൻ്റെ മുഖം കാണുവാൻ അവൻ്റെ അടുക്കലേക്ക് പോയി വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ അടക്കം ചെയ്തു. യേശു എൻ ആത്മസഖേ നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. ഈ ലോകമാം വാരിധേ തീരകളുയരുന്നേ. ഘോരമാം കോൾ ശാന്തമായി തീരും വരെ രക്ഷക എൻ ജീവനെ കാക്കുക. നിന്നന്തികെ ഭദ്രമായി യേശു എൻ ആത്മസഖേ നിൻ മാർവിൽ ഞാൻ ചേരട്ടെ.
സങ്കേതമില്ലേ, എനിക്കാശ്രയം നീതാൻ. നാഥ കൈവെടിയല്ലേ, കാത്തുരക്ഷിക്ക സദാ. കർത്താ നീ എന്നാശ്രയം, തൃപ്പാദം എൻ ശരണം. നിൻ ചിറകിൻ കീഴെന്നും ചേർത്തു സൂക്ഷിച്ചിടണം. യേശു എൻ ആത്മസഖേ, നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. ക്രിസ്തോ എന്നാവശ്യങ്ങൾ നിന്നാൽ നിറവേറുന്നു. ഏഴകൾ നിരാശ്രയർക്കാധാരം നീയാകുന്നു. നീതിമാൻ നീ നിർമ്മലൻ, മഹാമ്ലേച്ഛൻ ഞാൻ മുറ്റും. പാപി ഞാൻ മഹാപാപി, കൃപ സത്യം നീ മുറ്റും. യേശു എൻ ആത്മസഖേ, നിൻ മാർവിൽ ഞാൻ ചേരട്ടെ. കാരുണ്യവാരാനിധേ, കന്മഷം കഴുകുകേ. നിത്യജീവവെള്ളമെൻ ചിത്തം ശുദ്ധമാക്കട്ടെ. ജീവനൂറവാം നാഥ, ഞാനേറെ കുടിക്കട്ടെ. എന്നുള്ളിൽ ഉയരുക നിത്യകാലമൊക്കവേ. യേശു എൻ ആത്മസഖേ, നിൻ മാർവിൽ ഞാൻ ചേരട്ടെ.